നമുക്കിന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയ കഥ കണ്ടാലോ. മന്തി ഉണ്ടാക്കിയതല്ല, മന്തിക്ക് വേണ്ട ചിക്കൻ ഉണ്ടാക്കിയ കഥയാണ് ഇന്ന് മാത്രമുള്ളത്. ആദ്യമായിട്ട് വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. യൂട്യൂബ് നോക്കിയിട്ട് നോക്കിയായിരുന്നു കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത് അതിൽ എനിക്ക് പറ്റുന്നത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നോക്കി കണ്ട് പിടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ റെസിപ്പി തപ്പിയെടുത്തത്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒപ്പിക്കാനും വേണ്ടി നടന്നു പോയതിന് ശേഷം അതുണ്ടാക്കി. സത്യം പറയാലോ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റേതായ ഒരു ടെൻഷൻ, അത് ശരിയാവില്ലയോ ആവോ, കാരണം നമ്മൾ അത്യാവശ്യം വീട്ടിൽ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്നതാണല്ലോ, കുറച്ചുണ്ടാക്കുന്നതല്ലല്ലോ. അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മന്തി ഉൾപ്പെടെയുള്ള വീഡിയോ ആകുമ്പോൾ വലിയ വീഡിയോ ആവും എന്നുള്ളതുകൊണ്ടാണ് ചെറുതായിട്ട് അതിൻ്റെ ചിക്കൻ ഉണ്ടാക്കിയ മാത്രം വീഡിയോ ആയിട്ട് വരാൻ വിചാരിച്ചത്. അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല, ചിക്കൻ കറക്റ്റായി റെഡിയായി നമ്മൾ ആ മന്തിക്ക് മസാലയ്ക്ക് യൂസ് ചെയ്യുന്ന ആ പൊടികളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ ആ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനും മെല്ലെ മൂടി വെച്ച് ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടാണ് അത് വേവിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം എടുത്തിട്ടായാലും ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മന്തിക്ക് യൂസ് ചെയ്യുന്ന അത്യാവശ്യം വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ അത് വേഗില്ലേ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ആ ലെഗ് പീസൊക്കെ അതിൽ തന്നെ വിട്ട് വരുന്ന ആ ലെവലിൽ വെന്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളുള്ളത് കൊണ്ട് നമ്മളത് പ്രത്യേകം നോക്കിയിട്ടുണ്ടായിരുന്നു. മന്തിയുടെ ചിക്കൻ റെഡിയായ കഥ പറഞ്ഞില്ലേ, ഇനി മന്തിയുടെ റൈസിൻ്റെ കാര്യം കൂടി നോക്കിയാലോ. അവിടെയാണ് ഞങ്ങൾക്ക് പണി പാളിയത് എന്നാണ് പറയട്ടെ. ഞങ്ങൾ ആദ്യം ആ വീഡിയോയിൽ പറഞ്ഞ പോലെ 1 മണിക്കൂർ അരി കുതിരാൻ വെച്ച് കഴിഞ്ഞിട്ട് ആ അരിയുടെ അളവ് കണ്ടപ്പോൾ ആദ്യത്തെ കിളി പോയി. കാരണം അളവ് മാറി, നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഇരട്ടി അരിയുണ്ട്. അതിൽ തന്നെ മനസ്സിലായി ഒരു നേരത്തിന് ഉണ്ടാക്കേണ്ട ചോറ് ഏകദേശം 3 നേരത്തിനുള്ളതായി. അതിനുശേഷം അതിലേപോലെ വേവിച്ചെടുത്തപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായി, നമ്മളെടുത്ത അരിയും ഇതും തമ്മിലൊരു ബന്ധവും ഇല്ലയെന്ന്. അതുകൊണ്ട് ഇത്തിരി പറഞ്ഞാൽ വളരെ കുറച്ച് വേവ് കൂടി. പിന്നെ ഇത്രയും ചോറും ആവുമ്പോഴുള്ള ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ. പക്ഷേ ടേസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് മസാല വേണമല്ലോ, കുറച്ചെങ്കിലൊക്കെ ഇത്തിരി സ്പൈസസ് വേണമല്ലോ. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ചോറിന് കുറച്ച് മസാല ഉണ്ടാകുമ്പോഴുള്ള മാത്രം ബുദ്ധിമുട്ട്. പക്ഷെ മയണൈസും അതുപോലെ ചിക്കനും ചോറൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ അരി മാറിയതും ആ അരിയുടെ അളവ് തെറ്റിയതും മാത്രമാണ് ഞങ്ങൾക്ക് വന്ന മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മൾ ഇതിന് എടുക്കേണ്ട അരി സെല്ല റൈസാണ് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ 2-3 വീഡിയോ നോക്കി ഉണ്ടാക്കിയപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. പക്ഷെ അടുത്ത തവണ നമ്മളിതെല്ലാം തിരുത്തി കുറിക്കും.